ഇതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. സാമ്പത്തികമാകട്ടെ, അഫ്വാന്റെ പ്രണയമാകട്ടെ, ലഹരി ഉപയോഗമാകട്ടെ, അങ്ങനെ പല ദിശകളിൽ ഉള്ള അഭ്യൂഹങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പോലീസ് സ്ഥിരീകരിക്കുന്നത് പരിമിതമായ ചില വിവരങ്ങൾ മാത്രമാണ്. ഇന്ന് പകലാണ് ഈ കൊലപാതകങ്ങൾ 5 നടന്നിട്ടുള്ളത്. അതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ആയുധമാണ്. ചുറ്റിക കൊണ്ടാണ് ഇവരെ 5 പേരെയും കൊല ചെയ്തിട്ടുള്ളത്. തലക്കടിച്ച് കൊല ചെയ്യുകയായിരുന്നു. ഇത്തരം വിവരങ്ങളാണ് പോലീസ് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തുകൊണ്ടാണ് കൊലപാതകം നടത്തിയത്, കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണ് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തത് കൊണ്ട് മാത്രമേ പുറത്തു വരികയുള്ളൂ എന്ന് പോലീസ് പറയുന്നു. അതേസമയം ഈ അഫാൻ അവകാശപ്പെടുന്നത് പോലെ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, എലിവിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അഫാനെ ചോദ്യം ചെയ്യലിനെ ബാധിച്ചേക്കാമെന്ന ആശങ്ക പോലീസിനുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യൽ വിപുലമാക്കാനുള്ള ആസൂത്രണം പോലീസ് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നാളത്തേക്ക് പുലർച്ചെ തന്നെ ചോദ്യം ചെയ്യൽ വിപുലമായി തന്നെ നടത്തും. എന്തുകൊണ്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, എന്താണ് ഇങ്ങനെ ഇതിനൊരു കാരണം എന്നുള്ളതിന് വിശദമായ ഒരു വിശദീകരണം പോലീസിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഈ പറയുന്ന അഫാന്റെ പെൺ സുഹൃത്ത് ഫർസാനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഫർസാന ഏത് ഘട്ടത്തിലാണ് അഫാന്റെ വീട്ടിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് ഫർസാനയെ കൂടി കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള, കൊല ചെയ്യപ്പെട്ടതിൽ കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ഒരേ ഒരാൾ ഫർസാനയാണ്. എന്തിനാണ് ഫർസാനയെ കൊന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അടിസ്ഥാനമാക്കിയാണെങ്കിൽ കുടുംബത്തിലുണ്ടായിരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം കുടുംബത്തിലെല്ലാവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. മാതാവും സഹോദരനും അടങ്ങുന്ന 3 പേരടങ്ങുന്ന സംഘം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇത് ആത്മഹത്യ ചെയ്യുന്നതിന് പകരം കൊല ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും മറ്റുള്ളവരെ ഓരോരുത്തരെയായി കൊന്നതിന് ശേഷം വീട്ടിലെത്തി ആ ദൗത്യം കൂടി പൂർത്തിയാക്കുകയായിരുന്നു. മാതാവിനെയും അനുജനെയും കൊല്ലുക എന്ന ദൗത്യം കൂടി പൂർത്തിയാക്കുകയായിരുന്നു. അതിനിടയിൽ തന്റെ പ്രണയിനിയായിട്ടുള്ള ഫർസാനയെ കൂടി ഇല്ലാതാക്കുക, തന്റെ മരണശേഷം അവളുടെ ജീവിതം ദുസ്സഹമായിരിക്കും, അതുകൊണ്ട് അവളുടെ കൂടി ജീവിതം അവസാനിപ്പിക്കുക എന്ന തീരുമാനം താൻ എടുക്കുകയായിരുന്നു എന്ന വിശദീകരണമാണ് ആദ്യഘട്ടത്തിൽ അഫാൻ പോലീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇതൊന്നും ഒരു കാരണമായി ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന വൃദ്ധമാതാവിനെ, 88 വയസ്സുള്ള ഒരു വൃദ്ധമാതാവിനെ കൊല ചെയ്യുന്നതിനോ സ്വന്തം മാതാവിനെ കൊല ചെയ്യുന്നതിനോ ഒന്നും കാരണമായിട്ട് പോലീസ് എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ പിതാവിന്റെ തന്നെ വിശദീകരണം പറയുന്നുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധികൾ ഗൾഫിലുണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ മാനേജ് ചെയ്യാവുന്ന തരത്തിലായിരുന്നു ഉള്ളത് എന്ന് തന്നെ പിതാവ് വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 23 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ സ്വന്തം കാര്യങ്ങളിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലാണ് പ്രാഥമികമായി പോലീസ് ഉള്ളത്. മറ്റു വിശദമായ വിവരങ്ങൾ ലഭിക്കാൻ കൂടുതൽ ചോദ്യം ചെയ്യണം എന്ന അഭിപ്രായമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. പിന്നെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ഈ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് മരണം സംഭവിച്ചത്, ഏത് നിലയിലായിരുന്നു കൊലപാതകം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിയിൽ വ്യക്തമാവേണ്ടതാണ്. മൃതദേഹങ്ങൾ കണ്ടെടുത്തത് വിവിധ ഇടങ്ങളിൽ നിന്നാണ്. 3 ഇടങ്ങളിൽ നിന്നായിട്ടാണ്. ഈ പെരുമലയിലെ തന്നെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഈ പറയുന്ന ഫർസാനയുടെ മൃതദേഹം 2ാം നിലയിലായിരുന്നു. അനുജന്റെയും മാതാവിന്റെയും മൃതദേഹം ആദ്യ താഴത്തെ നിലയിലെ 2 മുറികളിലായിട്ടായിരുന്നു. ഈ മുറികളെല്ലാം പൂട്ടിക്കിടന്ന നിലയിലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, ആദ്യത്തെ എവിടെയായിരുന്നു ഈ ആദ്യ കൊലപാതകം നടക്കുമുള്ള കാര്യങ്ങൾ വിശദമായി ലഭിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിന്റെ സമയം എങ്ങനെ സംഭവിച്ചു, എന്തായുധത്തിൽ കൊലപ്പെടുത്തി, എന്തായിരുന്നു അവസ്ഥ എന്നതിനെ കുറിച്ചൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം തന്നെ പോലീസിന്റെ റിപ്പോർട്ടുകളും വരേണ്ടതുണ്ട്. പരിശോധന നടക്കുകയാണ്, തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് തന്നെ അറിയിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് കൈമാറിയത്. മറ്റൊന്ന്, പ്രതി നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യഥാർത്ഥ കാരണം, കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ അത് കൃത്യമായി അറിയാൻ സാധിക്കും എന്നാണ് കരുതുന്നത്.